ഉലുവാദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. 2 ഗ്ലാസ് പച്ചരിയും 1/2 ഗ്ലാസ് ഉഴുന്നും രാവിലെ ഒരു 10 മണിയായപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ 1 സ്പൂൺ ഉലുവായും കൂടെ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ 5 മണിയായി. ഇത് നന്നായിട്ട് ഇനി അരച്ചെടുക്കണം. ഇതിന് പ്രത്യേകിച്ച് ഉഴുന്ന് കുറച്ച് മതി ഉലുവാദോശയ്ക്ക്. അത് കാരണം നല്ല മയവും കിട്ടും. ദോശ ഉണ്ടാക്കിയാൽ നല്ല മയവും കിട്ടും. അപ്പോൾ നമ്മുടെ 2 ഗ്ലാസ് പച്ചരിയും 1/2 ഗ്ലാസ് ഉഴുന്നും 1 തവി ചോറും ആയിട്ട് അരച്ചുകൊണ്ട് വന്ന മാവാണ്. രാവിലെ ആവശ്യത്തിന് ഉപ്പിട്ടിളക്കി ഞാൻ കൊണ്ടുപോയി ചുട്ടെടുക്കാം. ഇങ്ങനെ 1 തവി കോഴി ഒഴിച്ചിട്ട് ഞാനൊരു പാത്രം വെച്ച് അടച്ചു വെക്കും. വേകട്ടെ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇച്ചിരൂടെ ആകാനുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല മഴ വേണം ദോശയ്ക്ക്. ഇങ്ങനെ കണ്ടല്ലോ. ഇങ്ങനെ ഉണ്ടാക്കിയ ദോശയ്ക്ക് നല്ല മയമായിരിക്കും. ഒന്നുകൂടെ ഉണ്ടാക്കി കാണിക്കാം നിങ്ങളെ. ഇപ്പം നല്ലോണം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഉദവി എടുത്ത് നന്നായിട്ട് പരത്തി അടച്ചു വെക്കുക. ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല മയമായിരിക്കും. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണേ. താങ്ക് യു. 1 സ്പൂൺ ഉലുവയും കൂടി ഇട്ട് അരച്ചുകൊണ്ട് ഞാൻ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് കൈ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇത് കൈയിട്ട് നന്നായിട്ട് ഇളക്കി വെച്ചിരിക്കുകയാണ്. ഇനി നാളെ രാവിലെ ഇതുണ്ടാക്കി നിങ്ങളെ കാണിക്കാം. ശരീരത്തിന് നല്ലതാണ്, ഹെൽത്തിയാണ്. അത് കാരണം ഇത് ഞാൻ അരച്ചുകൊണ്ട് വരാം, എന്നിട്ട് പിന്നെ കാണിക്കാം. അത് കാരണം നല്ല മയവും കിട്ടും. ദോശ ഉണ്ടാക്കിയാൽ നല്ല മയവും കിട്ടും. അപ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്, ഹെൽത്തിയാണ്. അത് കാരണം ഇത് ഞാൻ അരച്ചുകൊണ്ട് വരാം, എന്നിട്ട് പിന്നെ കാണിക്കാം.